അത് ഭയങ്കര വിഷയമാണ്. ഇവിടുത്തെ പട്ടി ശല്യം വെച്ച് കൂടുതലാണ്. 10-40 പട്ടികൾ ഡെയിലി നിത്യേന വഴിയാത്രക്കാരെയും വിദ്യാർത്ഥികളെയും പലവരെയും കടിച്ച ഒരു സംഭവം ഉണ്ടായി. ഭയങ്കര ശല്യമായിട്ട് വന്നേക്കുന്നത്. ഒന്നീ ഇതിനൊരു ഫോൺ വഴി കാണണം, ഇതൊന്നീ ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം. ഒരു 10-15 പട്ടികളുണ്ട്, 10-20 പേരെ കടിച്ചിട്ടുണ്ട്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ തെരുവു നായകളുടെ ശല്യം പെരുകുന്നു. സ്കൂൾ കുട്ടികൾക്കും മറ്റ് യാത്രികർക്കും ഭീഷണിയായി തെരുവുനായ ശല്യം തുടരുന്ന സാഹചര്യത്തിൽ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തെരുവണ്ടികളെ കൊണ്ട് വലിയ ശല്യമാണ്. ഇവിടെ ഒരു 10-15 പട്ടികൾ, ഒരു പട്ടി ഇതിനിടയ്ക്ക് പെറ്റ് കിടപ്പുണ്ട്. ഒരു മനുഷ്യന് ഇതിൽ കൂടെ പാനക്കൊത്തില്ല. ഒരാഴ്ച കൊണ്ട് സ്ഥിരം വിദ്യാർത്ഥികളെയും ഇതിലെ നടന്നു പോകുന്നവരെ മൊത്തം കടിക്കുക, ഓടിച്ചിട്ട് കടിക്കുക. ഒരു 10-15 പട്ടികളുണ്ട് ഇവിടെ. അതിൽ ഒരു പട്ടി ഇവിടെ പെറ്റ് കിടപ്പുണ്ട്. ഒരു 10 പേരെങ്കിലും ഇപ്പം 2 ദിവസത്തിനകത്ത് കടിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ആക്രി പറക്കൊണ്ട് ഇരിക്കുന്ന ഒരു കടിച്ചിട്ടുണ്ട്. കൃഷ്ണക്കുട്ടി എന്ന് പറയുന്നവനെ കടിച്ച് അവ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. ആ പട്ടി ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ തന്നെ ഈ ഭാഗത്ത് അവിടെ കിടക്കണം, അവിടെ കിടക്കുന്ന അതോടെ അപ്പുറത്തോടെ കിടക്കുന്നുണ്ട്. KSRTC സംബന്ധിച്ചിടത്തോളം തെരുവ് നായ്ക്കളെ കൊണ്ടും, അതായത് അസാൻമാർഗിക മാർഗ്ഗങ്ങൾ കൊണ്ടും ഈ കൊട്ടാരക്കര ഡിപ്പോ എന്ന് പറയുന്നത് വേറും അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ 2 പേരെ കടിച്ചൊരു സമ്പ്രദായം ഇവിടെ ഉണ്ടായി. ഒന്നീ ഇതിന് KSRTC ഒരു പരിഹാരം കാണുക, അതല്ലെങ്കിൽ ഇതിനെ പറ്റിയ നഗരസഭ എന്ന് പറയുന്ന കൊട്ടാരക്കര നഗരസഭ ഇതിനൊരു തീരുമാനമെടുക്കുക. അതല്ലെങ്കിൽ ഈ ഇവിടെ കിടക്കുന്ന ഈ നായ്ക്കൾ എല്ലാ മനുഷ്യരെയും കടിച്ച് ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് കൊട്ടാരക്കര ഡിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം KSRTC കാണാം, അതല്ലെങ്കിൽ നഗരസഭ കാണണം. നിത്യേന നമ്മൾ പരാതി കൊടുത്തതാണ്. എന്നിട്ടും ഇതിലേക്കൂടെ പോകുന്ന യാത്രക്കാരെ നിത്യവും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ നായ്ക്കൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പേ ഇവിടെ ഞങ്ങളൊരു കൂട്ടുകാരനെ ഇവിടെയുള്ള പട്ടികൾ ഓടിച്ചായിരുന്നു. പട്ടി ശല്യം ഇവിടെ ഭയങ്കര കൂടുതലാണ്. പിള്ളേരെയും മറ്റുള്ള വലിയവർക്കും എല്ലാം ബുദ്ധിമുട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ ചില ഇതൊക്കെ ഉണ്ട്, ഇവിടെ അനാസ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എടുക്കണം. പട്ടിശല്യ രൂക്ഷമാണ്. അധികൃതർ കണ്ണു തുറന്നാൽ കൊള്ളാം. ഇവിടെ പട്ടിശല്യം വളരെ കൂടി വരുന്നൊരവസ്ഥയാണ്. കാരണം നമ്മൾ ഇതുവഴിയൊക്കെ നടന്നു വരുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് സ്റ്റാൻഡിൽ പലപ്പോഴും പട്ടികൾ ഒരുപാട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു വലിയ ശല്യമായിട്ട് വരികയാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണത്.